സർക്കാരിൻ്റെ അധീനതയിലുള്ള പ്രധാന ക്ഷേത്രങ്ങളിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഉള്ള അനുഭവങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത്. മണ്ഡല നോൽമ്പുണ്ടായിട്ടും വർക്കിൻ്റെ ഭാഗമായിട്ട് ചെന്നൈയിലായിരുന്ന ഞാൻ മാലയിടാതെ കുളിച്ചു തൊഴാൻ പോയ എനിക്കുണ്ടായ ഒരു അനുഭവമാണ്. ഏട്ടൻ്റെ 2 കുട്ടികൾക്ക് ശബരിമല മാലയിട്ട് മല കയറാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കെട്ടിനിറച്ച് നേരെ ഗുരുവായൂർ അമ്പലത്തിലേക്കാണ് പോയത്. അവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് കൊടുങ്ങല്ലൂരേക്കാണ്. 24-ാം തീയതി രാവിലെയാണ് നമ്മൾ കെട്ടിനിറച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. 25-ാം തീയതി 12 മണിക്ക്, അതായത് ഉച്ചയ്ക്ക് 12 മണിക്ക് നമുക്ക് ശബരിമല അയ്യപ്പനെ ദർശിക്കാനുള്ള സമയം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ പോകുന്ന കാര്യം തികച്ചും അപ്രതീക്ഷിതമാണ്. കാരണം എനിക്ക് പകരം വേറെ ഒരാളായിരുന്നു പോകേണ്ടിയിരുന്നത്. ഞാൻ വർക്കിൻ്റെ ഭാഗമായിട്ട് ചെന്നൈയിലായിരുന്നു. അപ്പോൾ അയാൾ വരാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒറ്റ ദിവസത്തിന് കുറഞ്ഞ ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് നേരെ ശബരിമല പിടിക്കുക അതായിരുന്നു ഉദ്ദേശം. ഇപ്പം നമ്മളുള്ളത് കൊടുങ്ങല്ലൂർ അമ്പലത്തിൻ്റെ കുളത്തിൻ്റെ ആ ഭാഗത്താണ്. അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് ചുറ്റി കാണും, കാരണം ഇപ്പം നട അടച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ ചുറ്റി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ആയിട്ട് കുറേ തറകൾ കാണാൻ പറ്റും. ഈ കൊടുങ്ങല്ലൂർ ഉത്സവ സീസൺ ആകുമ്പോൾ കേരളത്തിൻ്റെ നാനാ ഭാഗത്തു നിന്ന് വരുന്ന കോമരങ്ങളുടെ വീഡിയോ നമ്മൾ ഒത്തിരി കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ വരുന്ന ആളുകൾക്കുള്ള തറകളാണിത്. അപ്പോൾ ഇവിടെ വളരെ ആശ്ചര്യമായിട്ട് തോന്നിയത് കല്ലിടുമ്പിൽ വീരഭദ്രൻ മൂപ്പൻ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രം അപ്ല തെന്നല പിയോ, എൻ്റെ നാട്ടിലെ ഒരു കോമരത്തിൻ്റെ പേരാണ്. ഞാൻ ആദ്യമായിട്ടാണ് കൊടുങ്ങല്ലൂർ ഇത്ര സൂക്ഷ്മതയോടെ കാണുന്നത്. കാരണം എൻ്റെ കുടുംബത്തിൻ്റെ ഉപാസനാമൂർത്തി കൊടുങ്ങല്ലൂർ അമ്മയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് ഈ ആഘോഷങ്ങൾക്ക് ഇവിടേക്ക് പോകാറില്ല. ദേവസ്വം ബോർഡ് ഭക്ഷണം കൊടുക്കുന്നതിനേക്കാൾ അധികം കൊടുങ്ങല്ലൂർ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ കീഴിലാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവരുടെ QR കോഡ് ഞാൻ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. ദേവസ്വം ബോർഡ് ഭരിക്കുന്ന ഈ മഹാക്ഷേത്രത്തിൽ അവിടെ ഞാൻ വരുന്നവർക്കല്ല അവിടെ ഭക്ഷണം കിട്ടുന്നത്. അന്നദാനം നടത്തിയെന്ന് വരുത്താൻ മാത്രം ഭക്ഷണം കൊടുത്തിട്ട് അവർ നിർത്തുകയാണ്. അപ്പോൾ എനിക്ക് ഭക്ഷണം കിട്ടിയിട്ടുള്ളത് ക്ഷേത്രത്തിന് പുറത്ത് ക്ഷേത്ര സംരക്ഷണ സമിതി നടത്തുന്ന അന്നദാന പന്തലിൽ നിന്നാണ്. അപ്പോൾ കൊടുക്കുന്നവർക്ക് നമ്മൾ സംഭാവന ചെയ്യുക. പിന്നെ അവിടുന്ന് നമ്മൾ നേരെ പോയത് കടപ്പാട്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലാണ്. അപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ കുളിച്ച് കയറി നമ്മൾ ദീപാരാധന തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ താമസിക്കാനാണ് പ്ലാന്. അമ്പലത്തിൻ്റെ ഉള്ളിലായിട്ട് ഒത്തിരി പേര് ഭജന നടത്തുന്നുണ്ട്. അപ്പോൾ ഈ ക്ഷേത്രത്തിന് വളരെ പ്രത്യേകത ഉണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ അധികം ഒത്തിരി നാളുകളൊന്നും ആയിട്ടില്ല ഇവിടെ ഈ ക്ഷേത്രം തുടങ്ങിയിട്ട്. നല്ല സെറ്റപ്പിലാണ്. ഇവിടെ വളരെ കച്ചവടക്കാരും എപ്പോഴും ഒരു ആഘോഷത്തിൻ്റെ പ്രതീതി തന്നെ കേട്ടോ നമുക്ക് കാണാൻ കഴിയും. പിന്നെ മറ്റൊരു പ്രത്യേകത വെച്ചാൽ ഇവിടുത്തെ ഒരു അന്നദാനം, അതുപോലെ നമ്മുടെ ഈ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യമാണ്. കാരണം ഇവിടെ വാഹനം പാർക്ക് ചെയ്യുന്നതിനോ നമുക്ക് ശുചിമുറി യൂസ് ചെയ്യുന്നതിനോ കുളിക്കുന്നതിനൊന്നും പ്രത്യേകം ചാർജ് ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ ഇവിടെ അന്നദാനത്തിലാണ് നമ്മൾ പങ്കെടുക്കുന്നത്. നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകാം. കടപ്പാട്ടൂർ ക്ഷേത്രത്തിൻ്റെ ഭക്ഷണ ഹാളിലാണ്. നമ്മളിവിടെ ക്ഷേത്രത്തിൽ ഭക്ഷണം വിളമ്പുന്ന ഏട്ടന്മാരൊക്കെ ഉണ്ട്. നമുക്ക് ഇവരോട് ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചോദിച്ചറിയാം. എൻ്റെ ചേട്ടൻ്റെ പേരെന്താ? രാജേഷ്. ചേട്ടൻ ഒത്തിരി ആയോ ഇവിടെ ആയിട്ട്? ഇവിടെ തന്നെയാണ്, ഇവിടെ ക്ഷേമപ്രവർത്തനം തന്നെയാണല്ലേ? ഓക്കെ. നമ്മൾ എത്ര പേർക്ക് ഇവിടെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്? എത്ര പേരുണ്ട് അത്രയും കൊടുക്കുന്നുണ്ട്.
എപ്പോൾ തുടങ്ങും? രാവിലെ 9:30 ആ പിന്നെ 2:30 ആകുമ്പോഴത്തേനും ഞങ്ങളും വിശ്രമം. അത് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം 6:45 വീണ്ടും തുടങ്ങും. അപ്പോൾ എത്ര പേര് വരുന്നു അത്രയും പേർക്ക് പേർക്കും നമ്മളിവിടെ ഈ കടപ്പാട്ടൂർ ഇത് ക്ഷേത്ര ദേവസ്വം എങ്ങനെയാണ്? ഇത് അറിയാമോ? ക്ഷേത്രം കടപ്പാത്തൂർ കരയോഗത്തിൻ്റെ വലിയ ക്ഷേത്രമാണ്. അതിൽ ധർമ്മസ്ഥലത്ത് നടത്തുന്ന ഈ കരയോഗം ഭരണസമിതിയാണ്. ഇത് പൊതുജനങ്ങളുമായിട്ടുള്ള സഹകരണങ്ങൾ എല്ലാവിധ നാനാജാതി മതസ്ഥരെല്ലാവരും സഹകരിച്ചിട്ടാണ് നടത്തുന്നത്. പ്രത്യേകിച്ച് അയ്യപ്പഭക്തന്മാർക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം നമ്മളോട് കൊടുക്കാറുണ്ട്. വരുന്ന ആൾക്കാർക്ക് രാത്രിയിൽ കിടന്ന് ഉറങ്ങാനായിട്ട് സൗജന്യമായിട്ടുള്ള സൗകര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഏതെങ്കിലും മുറികളൊക്കെ എടുത്ത് താമസിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് 10-20 മുറികളുണ്ട്. ഇപ്പോൾ ചെറിയ വാടകയ്ക്ക് റൂമെടുത്ത് പ്രായമുള്ളവർക്കൊക്കെ ഇവിടെ വിശ്രമിച്ച് കുളിച്ച് ഭക്ഷണം കഴിച്ച് പോകാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അന്നദാനങ്ങളൊക്കെ എല്ലാം സൗജന്യമായിട്ടാണ് നടത്തുന്നത്. ഓരോ ആൾക്കാരുടെ ഭക്തരുടെ വഴിപാടുണ്ട്. അപ്പോൾ അതാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത തന്നെ ഇതാണ്. ഇവിടെ എത്ര പേര് വന്നാലും അത്രയും ആൾക്കാർക്ക് നമ്മൾ ഇവിടെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മറ്റെല്ലാ ക്ഷേത്രങ്ങളും നമ്മളെ എന്താ പറയുക നമ്മുടെ ആത്മീയതയെ വിറ്റ് പൈസ ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടത്തിൽ, അതായത് പാർക്കിങ്ങിന് പോലും പൈസ മേടിക്കാതെ തന്നെ ഇവർ ഇവിടെ ഈ പ്രവർത്തനം ചെയ്യുന്നത്. നല്ല ക്വാളിറ്റി ബ്രാൻഡിലുള്ള ധാന്യങ്ങൾ ഉപയോഗിച്ച് തന്നെയാണ് ഇവരിവിടെ ഭക്ഷണം വെച്ച് വിതരണം ചെയ്യുന്നത്. ഇവിടെ കലവറയിൽ ഭക്ഷണം പാകം ചെയ്യുന്നവരുടെ കൂടെയാണ് ഇപ്പോൾ നമ്മളുള്ളത്. ചന്ദ്രശേഖരൻ നായർ. ഏട്ടൻ്റെ പേരെന്തോ? എൻ്റെ ശിവശങ്കരൻ നായർ, ഇത് ചന്ദ്രശേഖരൻ നായർ. ഓക്കെ. അപ്പോൾ ഈ കരയോഗത്തിൻ്റെയാണ് ഈ ക്ഷേത്രം? അതെ. അപ്പോൾ ഈ എത്ര വർഷമായി നിങ്ങളിവിടെ ഈ ഭക്ഷണം പാകം ചെയ്യുന്നത്? 2014 വർഷം തുടർച്ചയായിട്ട് ഞങ്ങൾ ഇടൂല്ല. ആഹാ. അപ്പോൾ ഈ 2 ചേട്ടന്മാരാണ് ഈ 2014 മുതൽ ഇവിടെ ഭക്ഷണം പാകം ചെയ്ത് വിതരണം ചെയ്യുന്നത്. ഒത്തിരി പേർക്ക് ഇവിടെ കൊടുക്കുന്നുണ്ടല്ലേ? കൊടുക്കുന്നുണ്ട്. എത്ര പേര് വന്നാലും അത്രയും പേർക്ക് കൊടുക്കുന്നുണ്ട്. രാവിലെ 10 തൊട്ട് 3 മണി വരെ. ഓക്കെ. അപ്പോൾ ഈ നമ്മുടെ ഈ ക്ഷേത്രത്തെയായിട്ട് ബന്ധപ്പെട്ടുള്ള ഇതിൻ്റെ ഐതിഹ്യം എന്താണ്? മരം വെട്ടി 1960 ജൂലൈ 14 മരം വെട്ടി മരത്തിൻ്റെ കുട്ടിൽ നിന്ന് കിട്ടിയ വിഗ്രഹമാണ്. ആ, അത് ശിവൻ്റെ വിഗ്രഹമാണ്. പ്രശ്നത്തിൽ അങ്ങനെ തെളിഞ്ഞു അങ്ങനെ ക്ഷേത്രമായിട്ട്. ഓക്കെ. അപ്പോൾ ഇത് നമ്മുടെ ഈ ഒഴുകുന്ന പുഴ ഏതാ? മീനച്ചിലാർ. അപ്പോൾ ഈ മീനച്ചിലാറിൻ്റെ തീരത്താണ് ഇപ്പോൾ ഈ കടപ്പാട്ടൂർ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതല്ലേ? എത്ര സ്ഥലമുണ്ട് ഏകദേശം? 10 ഏക്കർ മൊത്തമായിട്ട്. പിന്നെ ഈ കാണുന്ന ഭക്ഷണ പന്തലിൻ്റെയൊക്കെ ഉൾപ്പെടെ. അങ്ങനെ ഞാനും അന്നദാനത്തിലേക്ക് ചെറിയൊരു സംഭാവന ചെയ്യുകയുണ്ടായി. ഏട്ടൻ്റെ പേരെന്തായിരുന്നു? മോഹൻ. ഈ നമ്മുടെ ഈ കടപ്പാട്ടൂർ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ചൊന്ന് പറയാമോ? 1960 ജൂലൈ 14 ഒന്നാണ് അത് ഇവിടെ നട്ടുകെട്ടുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കരിമ്പ് കൃഷി ഇവിടെ ഉണ്ടായിരുന്നു ഈ പ്രദേശം മുഴുവൻ. ഓരോ വ്യക്തിയായിരുന്നു. അപ്പോൾ കരിമ്പിൻ്റെ അരിപ്പാട്ടത്തിന് വേണ്ടി പിന്നെ വിറകിന് വേണ്ടി വെട്ടതാണ് മരം, അത്തിമരം. അത്തിമരം വെട്ടുമ്പോൾ അതിൻ്റെ ദിശ മാറിയാണ് പതിഞ്ഞു വീഴുന്നത്. അത് വെട്ടത് വാഴ്ചനായിരുന്ന തൊഴിലാളിയാണ്. ദിശ മാറിയാണ് ഇത് മടം വെച്ചെങ്കിലും ദിശ മാറിയാ പോയത്. ഈ വീടിനെ അത് ഈ പ്രതിഷ്ഠിക്കായിരുന്നു. പ്രതിഷ്ഠയ്ക്ക് ഒരു മുഖം തട്ടാതെ പറഞ്ഞു വീഴുകയാണ്. പിന്നെ അത് ഇവിടെയുള്ള അതിനോട് ചേർന്നുള്ള ആൾക്കാർ ഉണ്ടായിരുന്നു. അവരുടെ ആരും കൂടെ അത് അതിൻ്റെ ചെടിയും കാര്യങ്ങളെല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് അതാണ് ആദ്യത്തെ സംഭവം. അങ്ങനെ വെച്ച് വളർന്നു വെച്ച് കുറച്ച് വർഷങ്ങൾ പൂജാരി എന്ന് പറയുന്ന ഒരാൾ കൂടുതലുള്ള ആൾ തന്നെ പൂജിച്ചു. അത് കഴിഞ്ഞാണ് പിന്നെ എൻ്റെ കണ്ടക്കട്ടവാൻ പിന്നെ ജലപ്രവാഹമായി അത് ഒരു സംഭവം തന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഈ ഇറ്റാലി ശാസ്ത്രജ്ഞന്മാർ ഈ ലോകാവസാനം എന്ന രീതിയിൽ 1960 പ്രവചനം ഉണ്ടായിരുന്നു. അതിനോടനുബന്ധിച്ചാണ് ഇത് കണ്ടുപിടിച്ചത്. അതായത് ഒരു പുതിയ ഉണർവ് ഉണ്ടായിട്ടുണ്ട് നാട്ടുകാർക്ക്. അതിനതിൻ്റെ പ്രശസ്തി കേരളത്തിൻ്റെ ഗവർണർ എന്ന് വേണ്ട ആൾക്കാരൊക്കെ ഓരോ കണ്ടുപിടിച്ചു. പിന്നെ പാലം പണിയുന്ന സംഭവങ്ങളുണ്ടായി. നടപ്പാട് നട കെട്ടിക്കുന്നത്. അത് കഴിഞ്ഞാണ് ഇപ്പോൾ കാണുന്ന പണ്ട് പോലും ഉണ്ടാകുന്നത്. ഞാൻ മുൻപ് എന്ന സമയത്ത് കുഞ്ഞു പാലമായിരുന്നു. ഇവിടെ ഒരു സഹായമാണ്. പിന്നെ എറണാകുളം 2015 ആവുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പം ഈ
ശബരിമല സീസൺ ആയി കഴിഞ്ഞാൽ ഇവിടെ വരുന്നവർക്കൊക്കെ അവരോട് വന്നു കഴിഞ്ഞാൽ സംതൃപ്തിയായിട്ട് അവർ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ചോദിക്കുമ്പോഴും ഭക്ഷണം കഴിക്കാൻ നല്ല കുഴപ്പമൊന്നുമില്ല, എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഒന്ന് പോകാൻ. അങ്ങനെ ആ പ്രകടനം എല്ലാ പാർട്ടിക്കും വരുന്നുണ്ട്. കേരളത്തിൻ്റെ കൂടുതലും വരുന്നത് വടക്കൻ മേഖലയിലുള്ള ആൾക്കാർ വരുന്നത്, തൃശ്ശൂർ മുതൽ കാസർഗോഡ് മുതലുള്ള അതുപോലെ തന്നെ ഇപ്പോഴത്തെ പുതിയ ട്രെൻഡിൽ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ ഓൺലൈനായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും എല്ലാം അത് പാലായിൽ വരുന്ന പട്ടിയുടെ ഇല്ല വന്നങ്ങ് പോകുന്നത്. കേരളത്തിൻ്റെ ഒരു 60 സെൻറ്റ് ഈ ക്ഷേത്ര ഏരിയ എത്രയാ? അതൊരു 10 ഏക്കർ വെച്ചോ. 10 ഏക്കർ. അതായത് ഈ 5 സെന്റ് സ്ഥലം നമുക്ക് ഫ്രീ ആയിട്ട് ചികിത്സയ്ക്കായിരുന്ന സ്ഥലം അത് നമുക്ക് ഫ്രീ ആയിട്ട് ബാക്കി മുഴുവൻ മറ്റുള്ള വരുമാനം കൊണ്ട് മേടിച്ച് നമുക്ക് 13 ഏക്കർ സ്ഥലത്തോളം അതൊക്കെ ഓരോ വർഷങ്ങളും. പിന്നെ ഇനി അതൊക്കെ പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ദേവസ്വം ബോർഡല്ല, NSSന്റെ കീഴിലുള്ള കരയോഗത്തിൻ്റെ കീഴിലുള്ള ഓരോ കരയോഗത്തിൻ്റെ കീഴിലാണ്. എന്തായാലും ഇതിൻ്റെ സാമ്പത്തികം ഒന്നും പുറത്തേക്ക് പോകില്ല, എല്ലാം ഇവിടുത്തെ അതാണ് ഓരോ വർഷം കൊടുത്തു ആൾക്കാർ വരുമ്പോൾ ഓരോ കാര്യങ്ങളുണ്ട്. മറ്റുള്ള സംഭാവന കൊണ്ട് മുന്നോട്ട് പോകും. അപ്പോൾ അന്നദാനമൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് നേരം വിശ്രമിക്കണം. നമ്മൾ കിടക്കാനായിട്ട് മേലെ പോവുകയാണ്. ഫാനൊക്കെ ഉള്ള നല്ലൊരു ഹാൾ തന്നെയാണ്. നമുക്ക് ചാർജിങ് സംവിധാനമൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ കിടക്കുന്ന അത്രയും പായ കിട്ടും. പിന്നെ വിശ്രമിച്ച് നാളെ രാവിലെ യാത്ര തിരിക്കാനുള്ളതാണ്. നാളത്തെ യാത്രാ കാഴ്ചകളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ശുഭരാത്രി.